ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന്. അതുപോലെ തന്നെ ഈ വീഡിയോ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിന്ന് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് അപ്രീസിയേഷൻ ആണ്. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. ഫസ്റ്റ് ചക്ര ആർക്കേഞ്ചൽ മിഖായേൽ. മാൻ ഹോൾഡിംഗ് എ കോയിൻ. നമുക്ക് ഇത്രയും റീഡിങ് എടുത്തിട്ട് നമുക്ക് ബാക്കി നോക്കാവേ. അപ്പം നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്രീസിയേഷൻ ആണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നിങ്ങൾ ഇന്നത്തെ ദിവസം ആരെങ്കിലും ഒക്കെ കണ്ടില്ലേ ബൊക്ക തന്ന് നിങ്ങളെ ഒന്ന് ആദരിക്കാം, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് എന്തോ ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്കത് ബോധ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങിയിരിക്കുന്നു, മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് ഒരു ആദരവ് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവർ ചിലപ്പോൾ പൂക്കൾ തന്ന് നിങ്ങളെ ആദരിക്കാം, അതുപോലെ ചിലപ്പോൾ ബൊക്ക തന്നോ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ പുരസ്കാരങ്ങൾ തന്നോ, സംഭാവനകളൊക്കെ തന്നിട്ടോ, അതുമല്ല എങ്കിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള മറ്റു ചില കാര്യങ്ങളൊക്കെ സന്തോഷം തരുന്ന എന്തെങ്കിലുമൊക്കെ തന്ന് നിങ്ങളെ ഒന്ന് ആദരിക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് പുകഴ്ത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ ഒന്ന് പൊക്കിപ്പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ ബഹുമാനിക്കുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. 1+5 6 ആണ്. 6 ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതം അതുപോലെ തന്നെ ഒരു മാറ്റത്തിലേക്ക് വരുന്നു, മാറ്റത്തിലേക്ക് പോകുന്നു, വലിയൊരു മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ കഴിയുന്നു. കാരണം മറ്റുള്ളവരുടെ ആദരവ് സ്വീകരിച്ചുകൊണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു നേതൃത്വ സ്ഥാനം ലഭിക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലായാലും, ഇനി ഏതെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ മറ്റുള്ളവർ നിങ്ങളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആദരവ് നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജി ആയിരിക്കാം. ഇനി അതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, അതുമല്ല എങ്കിൽ നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിലായിരിക്കാം. ഇത് എവിടെയായാലും ശരി, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളെ ഒന്ന് ആദരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് പേർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ ഒരു സ്നേഹവും നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷിക്കാനുള്ള എനർജിയാണ്. അതുപോലെ തന്നെ കുറെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാനും ഒരു പുതിയ തുടക്കത്തിലേക്ക് വരാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാമ്പത്തികപരമായിട്ട് കുറച്ചൊന്ന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് നിങ്ങളൊന്ന് ബുദ്ധിമുട്ടുന്ന സമയമായിരിക്കണം. അവിടെ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് നിമിത്തം തന്നെയുമല്ല, സാമ്പത്തിക നിമിത്തം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ സാമ്പത്തിക പ്രശ്നം നിമിത്തം നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വഴക്കിട്ട് പോയിട്ടുണ്ടാവാം. ഇനി അതുമല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാമ്പത്തികം തരാനുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കിട്ടുന്നോ ഇല്ലയോ എന്നുള്ള മനപ്രയാസത്തോടു കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാവാം. ഇനി അതുമല്ല, നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാനുള്ള സാമ്പത്തികം, അതിനും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശരി,
നിങ്ങൾക്ക് ഇത്തരത്തിലൊരു നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടൊരു സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിച്ച ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളൊന്ന് ഒരുപാട് പ്രശ്നങ്ങളിലായിരിക്കണം. പക്ഷെ ഇവിടെ നിങ്ങൾ നിയന്ത്രിച്ചു വയ്ക്കുന്നു, നിയന്ത്രിച്ചല്ല എങ്കിൽ നിങ്ങളൊരു നിയന്ത്രണം കൊടുക്കണം സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക്. അങ്ങനെ വരുമ്പോഴാണ് ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നത്. 1+3 4 ആണ്. 4 എന്ന് പറയുമ്പോൾ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി വരുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ചൊന്ന് നിയന്ത്രണം ഏർപ്പെടുത്തണം, അല്ലെങ്കിൽ ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് ചക്രയാണ്. ഫസ്റ്റ് ചക്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഏതാ 7th ചക്രാസിൽ ഫസ്റ്റ് ചക്ര വരുന്നത് എന്താണ്? റൂട്ട് ചക്രയാണ് അല്ലേ? അപ്പൊ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ? നിങ്ങളിലേക്ക് ധാരാളമായിട്ട് മണി ബ്ലോക്ക് നിങ്ങൾ മാറിയിട്ട് ധാരാളമായിട്ട് മണി വന്നു ചേരുന്നതാണ്. സാമ്പത്തികം നിങ്ങളിലേക്ക് വരും, തീർച്ചയായിട്ടും വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ റൂട്ട് ചക്ര എന്ന് പറയുമ്പോൾ എന്താണ്? റെഡ് കളറാണ്. 7th ചക്രാസിൽ ഇവിടെ ഫസ്റ്റ് ചക്ര വരുന്നത് റൂട്ട് ചക്രയാണ്. റൂട്ട് ചക്ര അല്ലെങ്കിൽ ബേസ് ചക്ര, മൂലാധാര ചക്രം എന്ന് പറയും. അപ്പൊ ഈ ഒരു ചക്രയുടെ കളർ എന്താണ്? റെഡ് കളറാണ്. അത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് സാമ്പത്തികം നിങ്ങൾക്ക് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, പെന്റക്കിൾ എർത്ത് സൈൻ ആണ് എന്ന്. അപ്പോൾ ഈ ഒരു എർത്ത് സൈൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഭൂമിയുമായിട്ടുള്ള ബന്ധം നിങ്ങളെ കൂടുതൽ ദൃഢപ്പെടുത്തുന്നതാണ്. എന്താ? റൂട്ട് ചക്ര. അപ്പൊ റൂട്ട് ചക്രയാണല്ലോ നമ്മൾ സാധാരണ ചെടികളൊക്കെ നട്ട് റൂട്ടല്ലേ, പ്രധാനമായിട്ട് റൂട്ടിന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമല്ലേ ചെടിക്ക് അവിടെ നിൽക്കാൻ പറ്റൂ അല്ലേ? എന്ന് പറയുന്നത് പോലെ നമുക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക്, അല്ലെങ്കിൽ ഭൂമിയോട് നമുക്ക് കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കാനും അതുപോലെ തന്നെ നമുക്കൊരു വളർച്ചയിലേക്ക് വരാനും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിന് ഒരു സ്ഥിരത ലഭിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ സാമ്പത്തികം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഘടകമാണ് ജീവിതത്തിൽ. മനസ്സിലായി? അതാണ് ഭൂമിയെ നമ്മളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുത്തുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി ഈ ഒരു ചക്ര എന്ന് പറയുന്നത്, ഈ ചക്രയുടെ ആക്ടിവേഷൻ നമുക്ക് എല്ലായ്പ്പോഴും ആർക്കേഞ്ചൽ മിഖായേൽ എന്ന് പറയുന്ന ഒരു ആർക്കേഞ്ചലിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് നല്ലതാണ്. നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചക്രയുടെ ആക്ടിവേഷൻ വേണ്ടി നിങ്ങൾ എന്തൊരു ഹെൽപ്പും നമുക്ക് ആർക്കേഞ്ചൽ മിഖായേലിനോട് ചോദിക്കാവുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗണപതി ഹോമമൊക്കെ നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും. അപ്പൊ എല്ലാ മാസവും ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് തുടക്കം വരുന്നത് അവിടെ അല്ലേ? അപ്പോൾ ഈ ഒരു റൂട്ട് ചക്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമുക്ക് തടസ്സങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ. അപ്പൊ ഇവിടെ ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് റൂട്ട് ചക്രയുടെ പ്രശ്നങ്ങൾ നിമിത്തമായിരിക്കണം. റൂട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും, അല്ലെങ്കിൽ പരിഹരിക്കാനും കഴിയും, സോൾവ് ആക്കാനും നമ്മളെ കൊണ്ട് കഴിയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഗണപതി ഭഗവാനെ കൂടെ വിളിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഗണപതി ഹോമമൊക്കെ ക്ഷേത്രത്തിൽ പോയി നടത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഈ ഒരു ആർക്കേഞ്ചലിനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. വിളിച്ച് പ്രാർത്ഥിക്കാം. നമ്മളുടെ പ്രശ്നങ്ങളെയൊക്കെ പറഞ്ഞിട്ട് ഒരു സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ടാവണേ എന്നെങ്കിലും ഒരു പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ ഇവിടെ 3+5 ആണ് നമ്പർ, കണ്ടില്ലേ? അബണ്ടൻസിന്റെ നമ്പറാണ്. 8 ആണ്. 8 എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി സിമ്പൽ കണ്ടില്ലേ? ഇങ്ങനെ നമ്മൾ എഴുതുന്നത് ഇൻഫിനിറ്റി സിമ്പലാണ്. അതായത് അനന്തമായ ആ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നത്. അനന്തമായ അനുഗ്രഹം വരുന്നത് എപ്പോഴാണ്? നമുക്ക് അബണ്ടൻസ് ലഭിക്കുമ്പോഴാണ്, സമൃദ്ധി നമ്മളിലേക്ക് വരുമ്പോഴാണ് അനന്തമായ അനുഗ്രഹം നമ്മളിലേക്ക് വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൂടുതലായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു അബണ്ടന്റ് ആവാനുള്ള സകല വിധത്തിലുമുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ റൂട്ട് ചക്രയെ ബലപ്പെടുത്തുക, അല്ലെങ്കിൽ റൂട്ട് ചക്രയെ മനസ്സിൽ കണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് വഴിപാടുകളൊക്കെ നടത്താവുന്നതാണ്, ആർക്കേഞ്ചലിനെ വിളിക്കാവുന്നതാണ്, ഹെൽപ്പ് ചോദിക്കാവുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അടുത്തതായിട്ട് മാൻ ഹോൾഡിങ് എ കോയിനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇന്ന് ജോലി കിട്ടുന്ന ഒരു എനർജി ഉണ്ടാവാം. അതുമല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു എനർജി ഉണ്ടാവും. ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, ഉള്ളത് ഹോൾഡ് ചെയ്തിരിക്കുന്നു. കാരണം ഇതിലേക്ക് മാത്രം ദൃഷ്ടി നട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ദൃഷ്ടി നട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് ഇത് വരാനുള്ള എനർജിയാണ്.
അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് കയ്യിലെടുത്ത് വെച്ച് നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുന്നു, അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ ഇത് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ 4+3 7 ആണ്. ഇതിന്റെ ഇവിടെയാണെങ്കിൽ എന്താണ് ഇവിടെ ഒരു വല്ലാത്തൊരു സംഘർഷ നിറഞ്ഞ ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു സങ്കീർണമായ അവസ്ഥ. കാരണം ധാരാളമായിട്ടില്ല ഇവിടെ. ഇത് വേണമെന്നുള്ള ആഗ്രഹമാണ്, മനസ്സിലായോ? അപ്പൊ ഇത് വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മളെ പ്രയത്നിച്ചു എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി കിട്ടാനുള്ള എനർജിയാണോ, നിങ്ങൾ ഒരുപാട് നാൾ കൊണ്ട് പ്രയത്നിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും, നല്ലതുപോലെ എഫേർട്ട് എടുത്ത് ഏതെങ്കിലും കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടാവണം. ഇവിടെ നിങ്ങൾക്കൊരു പുതിയ തുടക്കം ചിലപ്പോൾ നിങ്ങൾക്ക് വരാം, സമ്പത്തിൻ്റെതായിട്ട്. മനസ്സിലായോ? അപ്പൊ ഇത് ചിലപ്പോഴൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ളതുമാവാം. അപ്പൊ അതിനായിട്ട് ആർക്കെങ്കിലുമൊക്കെ അതിനായിട്ടുള്ള എനർജി ഉണ്ടാവും. ചിലപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികം വന്നു ചേരുന്ന എനർജിയും ആവാം, അല്ലെങ്കിൽ ജോലി ചിലപ്പോൾ കിട്ടുന്നതാവാം, ജോലി നോക്കിയിരിക്കുന്ന എനർജി ഉണ്ടാവാം. കാരണം സാമ്പത്തികം ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ലല്ലോ. ഇവിടെ ബ്രോക്കൺ ഹാർട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പിന്നെ ഒരുപാട് പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വിഷമിക്കുന്ന എനർജി ആയിരിക്കണം നിങ്ങൾക്ക്. 9 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ സങ്കടം, വിഷമമൊക്കെ അനുഭവിക്കുന്ന എനർജി ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ. നിങ്ങൾക്ക് തന്നെ അറിയാം, പല കാര്യങ്ങളും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അവിടെ എന്താണ്, നിങ്ങൾ ചിലപ്പോഴൊക്കെ നിങ്ങൾ കടന്നുപോയ ചില കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുക. അതിൻ്റെ ഒരു ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കടന്നു പോയതിനെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് വീണ്ടും നമ്മളുടെ ആരോഗ്യം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനു പകരം നിങ്ങളത് അങ്ങനെ ആ ചിന്തകളൊക്കെ വിട്ടിട്ട് എന്താണ്, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. നല്ല ചില കാര്യങ്ങളിലേക്ക് കടന്നു വരാവുന്നതാണ് നിങ്ങൾക്ക്. ഇനിയും എനിക്ക് നല്ല സമയമുണ്ട് എന്നൊക്കെ ചിന്തിച്ച് മനസ്സിനെ വളരെയധികം പോസിറ്റീവായി വയ്ക്കുന്നതാണ് നല്ലത്. ഇവിടെ ഒരുപാട് വിഷമത്തിൽ ഇരിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. ഒന്നുകിൽ ഇവിടെ ആരെങ്കിലും നിങ്ങൾ സ്നേഹിച്ച വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അസുഖത്തിൽ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാവാം. എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ, തലവേദനയാവാം, അല്ലെങ്കിൽ നെഞ്ചുവേദനയാവാം, അല്ലെങ്കിൽ കാലുവേദന, അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടായതിൽ ദുഃഖിച്ചിരിക്കുക. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇവിടെ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് റിമൂവ് ആകാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഇത് കോണുകോപ്പിയ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ സമൃദ്ധിയാണ്, കണ്ടില്ല, അബണ്ടൻസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അബണ്ടൻസ് 11 ആണ് നമ്പർ, കണ്ടില്ല. ഇവിടെ നമുക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ഒക്കെ ധാരാളമായിട്ട് ലഭിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് ധാരാളമായിട്ട് സമൃദ്ധി വരുന്നു എന്നുള്ളതാണ്. സമൃദ്ധി എന്ന് പറയുമ്പോൾ ഭൗതികപരമായ കാര്യങ്ങളിലുള്ള സമൃദ്ധി ആവാം. ഇനി ഏതെങ്കിലും നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളിലേക്ക് സമൃദ്ധി ഉണ്ടാവാം. അതൊക്കെ ചിലപ്പോൾ ആരെങ്കിലും നമുക്ക് തരുന്നതാവാം. അതുമല്ല എങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ നമുക്ക് തരുന്നതാവാം. അതുമല്ല എങ്കിൽ നമ്മൾ തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം. എന്തായാലും ചില ഭൗതികപരമായ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് സമൃദ്ധിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. സാമ്പത്തികം വരാം. സമൃദ്ധി എന്ന് പറയുമ്പോൾ സമ്പത്തിൻ്റെതാവാം, കഴിക്കുന്ന സാധനങ്ങളുടേതാവാം, ഫ്രൂട്ട്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആവാം. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുമല്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു സമൃദ്ധിയിൽ ഇന്നത്തെ ദിവസം കഴിയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതും നമുക്കിവിടെ പറയാൻ പറ്റും. 11 ആണ്, കണ്ടില്ലേ. ഇവിടെ നമുക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ആണ്. അപ്പം നമുക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്നു നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഇവിടെ ടെമ്പറൻസ് ആണ്. നിങ്ങൾ ജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വളരെയധികം ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് വല്ലാത്തൊരു അനുഗ്രഹമാണ് ഇവിടെ വരുന്നത്. കണ്ടില്ലേ, ഇവിടെ ഒരു വെളിച്ചം കാണുന്നു. ഇവിടെ എന്താണ്, ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ഇപ്പോഴേത് സാഹചര്യമാണോ നിങ്ങൾ നിലനിൽക്കുന്ന, ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾ നിലനിൽക്കുന്നത്, ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്കൊന്ന് മുന്നോട്ട് വരാനും പല കാര്യങ്ങൾ മനസ്സിലാക്കാനും മറ്റുള്ളവരെ ഈക്വലായിട്ട് കാണാനും ഒക്കെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് ഈ സമയത്ത് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
ഇവിടെ 5 ഓഫ് സോഡിന്റെ എനർജിയാണ്. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് മാനസിക സംഘർഷം കൂടുന്നതായിട്ട് കാണാം. അതുമല്ല എങ്കിൽ നിങ്ങളോടൊപ്പം ഉള്ളവർ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവർ കുറച്ച് ഈഗോ എടുത്തിട്ട് നിങ്ങൾ അവർക്ക് അവർ പറയുന്ന അനുസരിച്ച് ജീവിക്കണമെന്നുള്ള ചില കാര്യങ്ങളിലൊക്കെ ഇരിക്കുന്നതായിട്ടും, അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും കള്ളം പറഞ്ഞു നേടാനായിട്ട് നിങ്ങളോട് അടുത്തുകൂടുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് അവർക്കൊരു ജയം വേണം എന്ന് കരുതി മുന്നോട്ട് വരുന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങളോട് ഇന്ന് ആരെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രവൃത്തിയിലേക്ക് വരാം, അല്ലെങ്കിൽ ഒരു പെരുമാറ്റം അവർക്ക് ഇങ്ങനെ ഉണ്ടാവാം. എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് നിങ്ങളെ ഒന്ന് ഇടിച്ചു താഴ്ത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ വില കുറയ്ക്കുന്നതായിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനോ ഒക്കെയും ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് അനുഭവപ്പെടാവുന്നതാണ്. അത് വളരെ ഒന്ന് സൂക്ഷിക്കണം. ആരെങ്കിലും ഒക്കെ ചിരിച്ചുകൊണ്ട് നിങ്ങളോട് അടുത്തുകൂടി വരുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മനസ്സിലായോ? ചിരിച്ചുകൊണ്ട് ആരെങ്കിലും ഒക്കെ നല്ല പഞ്ചാര വാക്കുകളൊക്കെ പറയും, നമ്മളൊക്കെ അതൊക്കെ അങ്ങ് വിശ്വസിച്ച് പോകും അല്ലെ. നിങ്ങളൊക്കെ ചില നിഷ്കളങ്കരായ ചില ആൾക്കാരല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ ആരെങ്കിലും അങ്ങനെയൊക്കെ പറയുമ്പോൾ കേട്ടങ്ങ് വിശ്വസിച്ച് പോകും. അങ്ങനെ തീർച്ചയായിട്ടും അപ്പോൾ ഒന്ന് സൂക്ഷിക്കണം. മനസ്സിലായി? അവരെന്താണ് പറയുന്നത്, എന്തിനു വേണ്ടിയാണ് അവരിത് പറയുന്നത്? നമ്മളിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും സാമ്പത്തികമോ മറ്റോ വാങ്ങിക്കാനായിരിക്കണം. മനസ്സിലായോ? അല്ല എങ്കിൽ ചിലപ്പോൾ പ്രണയം നടിച്ച് മുന്നോട്ട് വരാൻ വേണ്ടി ആയിരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെ പഞ്ചാര വാക്ക് പറഞ്ഞ് അടുത്ത് കൂടുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള അബദ്ധം പറ്റാതിരിക്കാൻ അടുത്തതും വന്നിരിക്കുന്ന 7 ഓഫ് സോഡാണ്. കണ്ടല്ലേ? അപ്പൊ ഇന്നത്തെ ദിവസം ആരെങ്കിലും ഒക്കെ നിങ്ങളോട് കള്ളം പറഞ്ഞ് കാര്യം സാധിക്കാനുള്ള എനർജി അടുത്തു വരും. ഇവിടെ ഇത് തന്നെയാണ് വന്നിരിക്കുന്നത്. 7 ഓഫ് സോഡിന്റെ എനർജി എന്ന് പറയുമ്പോഴെന്താണ്? മറഞ്ഞു നിന്ന് നിങ്ങളിലേക്ക് ഒളിയം പെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളിലേക്ക് തന്നെ നിങ്ങളെ ആരെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുണ്ടാവാൻ, ചിലപ്പോൾ സാമ്പത്തികം വാങ്ങിക്കാനായിരിക്കാം, അതുമല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് കള്ളം പറഞ്ഞ് സാധിച്ചെടുക്കുന്ന എനർജി ആവാം. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് വളരെ സൂക്ഷിക്കണം. മനസ്സിലായ? നിങ്ങളുടെ പണവും പേഴ്സും ഒക്കെ ഇന്ന് വളരെ സൂക്ഷിക്കണം. നമ്പരൊക്കെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പാടില്ല. ചിലപ്പോൾ അപരിചിതരായിട്ടുള്ളവരൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ വാങ്ങിക്കും, അല്ല എങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് മെസ്സേജ് വരാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സൂക്ഷിക്കാവുന്നതാണ്. ഇവിടെ 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾ 2-3 പേർ കൂടിക്കൊണ്ട് എന്തെങ്കിലും സാമ്പത്തികം നേടിയെടുക്കാൻ വേണ്ടിയുള്ള പണിയിലേക്ക് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. സാമ്പത്തികത്തിന്റെ അത്യാവശ്യം കൊണ്ട് ചിലപ്പോൾ 2-3 പേർ കൂടി ചേർന്ന് ചിലപ്പോൾ യാത്ര നടത്തുന്നതായിരിക്കാം. അതുമല്ല എങ്കിൽ മറ്റെന്തെങ്കിലും പുതിയ ചില കാര്യങ്ങൾ തുടങ്ങി വെക്കുന്നതും ആവാം, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങി വെക്കാനുള്ള പ്രോഗ്രാമാണ് എന്ന് കാണുന്നുണ്ട്. എന്തെങ്കിലും പുതിയ ചില കാര്യങ്ങൾ, ചിലപ്പോൾ ചില തീരുമാനങ്ങൾ പുതിയതായിട്ട് എടുക്കുക. ഇനി അതുമല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകാൻ വേണ്ടി പുതിയ തീരുമാനം എടുക്കുക. അതുമല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ വേയിലൂടെ വരാൻ വേണ്ടി നിങ്ങളൊന്ന് തീരുമാനിക്കുക. അതുമല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലും പുതിയ ചില കാര്യങ്ങൾ നടക്കുന്നതാവാം, പുതിയ ചില ആൾക്കാരുമായിട്ടുള്ള പരിചയം അത് പുതുക്കുന്നതാവാം. അതുമല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ട് ഇന്നത്തെ ദിവസം പുതിയൊരു ദിനമായിട്ട് നിങ്ങൾ കണക്കാക്കുന്നതാവാം. അതുമല്ല എങ്കിൽ ജീവിതത്തിന്റെ തന്നെ ഒരു പുതിയ തുടക്കം. അത് ഏത് കാര്യത്തിലും ആകാം. ചിലപ്പോൾ ജോലി കിട്ടിയിട്ട് പോകാം, അതുമല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറാം, അതുമല്ല എങ്കിൽ ആരെങ്കിലും നിങ്ങളിലേക്ക് വന്നു ചേരും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികൾ വന്നു ചേരുന്നതുമാകാം. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. പേജ് ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ്. സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ ആണ്. അപ്പോൾ ദൂരദേശത്തുനിന്നും ആരെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികം തന്ന് സഹായിക്കുന്ന എനർജി ഉണ്ടാവാം. അതുമല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കടം ചോദിച്ചിട്ടുണ്ടാവാം, അവർ നിങ്ങൾക്ക് തരുന്ന എനർജി ആവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കൾ ചിലപ്പോൾ വിദേശത്തു നിന്നൊക്കെ അല്ലെ മറ്റ് നാടുകളിൽ നിന്നും വന്നിട്ട് നിങ്ങൾക്ക് ഒരു സഹായം ചെയ്യുന്നതാവാം. എന്തായാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തികത്തിൻ്റെതായ ഒരു സഹായം ഉണ്ടാവുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാവേ.
നമ്മളിവിടെ 5 കാർഡ്സ് എടുത്തിട്ടുണ്ട്, ബോട്ടം കൂട്ടി 6 കാർഡ്സ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് ആൻ ഓൾഡർ മാൻ, ഒരു പ്രായം കൂടിയ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉടമ്പടികളോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആവുന്നതോ ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അടുത്തായിട്ട് നിങ്ങൾക്ക് ഒക്ടോബർ മന്ത് വന്നിട്ടുണ്ട്. ഇനി ഒക്ടോബർ മന്ത് ഇനിയും വരണം അല്ലേ? അപ്പോൾ ഈ ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ടതാവാം. ഒന്നുകിൽ നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആവാം, ബർത്ത് മന്ത് ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും, ചിലപ്പോൾ നിങ്ങൾ മാരേജ് ഒക്കെ നിങ്ങളുടെ നടന്നിട്ടുള്ളത് ഒക്ടോബർ മന്തിലാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ പ്രണയം ഒരു വ്യക്തിയോട് തുടങ്ങിയത് ഈ ഒരു മന്താവാം. എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകൾ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ ഒക്ടോബർ മന്തിന് കാണുന്നുണ്ട്. ഇവിടെ ഇങ്ക് പോട്ട് പ്രോബ്ലംസ് ടു ബി റിസോൾവ്ഡ്, നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഇന്ന് സോൾവ് ആകുന്ന എനർജിയാണ്. അതുപോലെ തന്നെ ഇവിടെ പൊസിഷൻ ഓഫ് അതോറിറ്റി വന്നിട്ടുണ്ട്, വളരെ സക്സസ് വന്നിരിക്കുന്നു, ഗുഡ് ന്യൂസ് വന്നിരിക്കുന്നു. കണ്ടില്ലേ, വളരെ നല്ല എനർജിയാണ്. അപ്പോൾ ഈ സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഒത്തിരി സന്തോഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലൊരു സക്സസ് ഇന്ന് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ ഗുഡ് ന്യൂസ് കേൾക്കാനുള്ള ഒരു എനർജി, അതിനുള്ള ഒരു സാധ്യത, ഏതെങ്കിലും തരത്തിലുള്ള ഒരു നല്ല വാർത്ത കേൾക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്, ഇന്നുണ്ട്. പിന്നെ പൊസിഷൻ ഓഫ് അതോറിറ്റിയാണ്, ത്രോണാണ് വന്നിരിക്കുന്നുണ്ട്. പൊസിഷൻ ഓഫ് അതോറിറ്റി, ഇന്ന് അധികാര പദവിയിലേറുന്ന സമയമാണ് ഇന്നത്തെ ദിവസം. അങ്ങനെ ഒരു ദിവസം ഇന്ന് നിങ്ങൾക്ക് ഇത് അനുഭവത്തിൽ വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക്, ഒരു നേതൃത്വ സ്ഥാനം നിങ്ങൾക്ക് വഹിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളിലുണ്ടെന്ന് അത് അറിഞ്ഞിട്ട് നിങ്ങളെ അംഗീകരിക്കുന്നതും ആദരിക്കുന്നതുമായ എനർജി എന്തായാലും ശരി നിങ്ങൾക്കൊരു അതോറിറ്റി പവർ ലഭിക്കുന്നതായിട്ട് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. മനസ്സിലായോ? അത് മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ലൈക്ക് ചെയ്യുക എന്ന് പറയുന്നത് മിക്കവരും മറന്നു പോകാറുണ്ട്. പലരും എന്നോടും പറഞ്ഞിട്ടുണ്ട്, അത് ലൈക്ക് ചെയ്യാനങ്ങ് മറന്നുപോയി അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. കമൻറ്റ് ചെയ്തേക്കണം തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചൊന്ന് ആത്മവിശ്വാസം ഉണ്ടാകും, കുറച്ചുകൂടി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ ഹൈപ്പ് ചെയ്യാവുന്നതാണ്, മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.